അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസികൾ ഏറെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് പരിശുദ്ധ റമളാനിനെ. ആ റമളാൻ നമ്മിലേക്ക് എത്തി. അൽഹംദുലില്ലാ. നമ്മോടൊപ്പം റമളാനിനെ തേടിയവർ, റജബിലും ശഅബാനിലും റമളാനിനു വേണ്ടി പ്രാർത്ഥിച്ച പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അള്ളാഹു അവരുടെയൊക്കെയും ഖബർ ജീവിതം സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം റമളാനിലെത്തിയിട്ടും അസുഖങ്ങൾ കാരണം പല പ്രതിസന്ധിയിൽ അകപ്പെട്ടുകൊണ്ട് റമളാനിന്റെ ഇബാദത്തുകളെ കൃത്യമായി ചെയ്യാൻ സാധിക്കാത്ത പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. മറ്റുള്ള പല പ്രയാസങ്ങൾ. അള്ളാഹു എല്ലാവരെയും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് റമളാൻ മാസത്തിൽ എത്താനും ആ റമളാനിൽ നോമ്പനുഷ്ഠിക്കാനും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ അവസരം ലഭിച്ചു. എന്നിട്ടും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താത്തവരുണ്ടെങ്കിൽ അവർക്ക് പരാജയമാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആ റമളാനിന്റെ ആദ്യത്തെ പത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ പത്ത് നമ്മിൽ നിന്ന് വിട പറയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. റഹ്മത്തിന്റെ 10 എന്ന് വിശേഷിപ്പിച്ച ഒന്നാമത്തെ 10 വിട പറഞ്ഞു. മഗ്ഫിറത്തിന്റെ 10 ഇനി നമ്മോട് വിട പറയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിക്കണം. സ്വന്തമായി ഒന്ന് ആത്മവിചിന്തനം നടത്തണം. എത്രത്തോളം മഗ്ഫിറത്ത് നേടിയിട്ടുണ്ട്, എത്രത്തോളം അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമായിട്ടുണ്ട്. അള്ളാഹു വിജയികളിൽ നമ്മളെയൊക്കെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി വരുന്നത് മൂന്നാമത്തെ 10ആണ്. ഇത്ഖുമിനന്നാറിന്റെ 10ആണ്. അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കാനുള്ള വലിയ അവസരമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൂന്നാമത്തെ 10 എത്തിക്കഴിഞ്ഞാൽ അരയുടുപ്പ് മുറുക്കി ഉടുത്ത് പള്ളിയിൽ തന്നെ ഇരിക്കുമായിരുന്നു എഴുത്തിക്കാഫിലായിട്ട്. എഴുത്തിക്കാഫ് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് നല്ല രീതിയിൽ അടുക്കാനുള്ള മാർഗമാണ്. ദുന്യവിയായ ചിന്തകളും ചർച്ചകളും ഒക്കെ ഒഴിവാക്കി ദിക്ർ, സ്വലാത്ത്, ദുആയിലൂടെ ഇബാദത്തിലൂടെ പള്ളിയിൽ അള്ളാഹുവിന് വേണ്ടി ഇരിക്കുന്ന ആ എഴുത്തിക്കാഫ് വളരെയധികം പ്രത്യേകതയുള്ള, വളരെയധികം പ്രതിഫലമുള്ള ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണം. അലസത കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. വിജയിക്കാൻ, അള്ളാഹുവിൻ്റെ അരികിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നാം പരമാവധി ഇത്തരത്തിലുള്ള വളരെ മഹത്തമാക്കപ്പെട്ട സമയങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൊക്കെയും അവരുടെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിന്റെ ഓരോ ദിനരാത്രങ്ങളും എത്രത്തോളം മഹത്വമുള്ളതാണെന്ന് നമുക്കറിയാം. എന്നാൽ അവസാനത്തെ 10 ഒന്നുകൂടി ആ ഒരു ആഗ്രഹം നമുക്ക് കൂടുതൽ ഉണ്ടാവണം. കാരണം ലൈലത്തുൽ ഖദ്ർ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ ശ്രേഷ്ഠമായ രാവിനെ പ്രതീക്ഷിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 10 ദിവസങ്ങളാണ്. 1000 മാസത്തെ പ്രതിഫലമുള്ള ആ ഒരു രാവ് ഏത് ദിവസത്തിലാണെന്ന് നമുക്ക് ആർക്കും കൃത്യമല്ല. എങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ അള്ളാഹുവിലേക്ക് ചേരാം. പ്രതീക്ഷയോടെ എഴുത്തിക്കാഫിലായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാം. നമ്മുടെ ആഖിറം രക്ഷപ്പെടുന്നതിനു വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.